അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ എന്താണ് അടിപൊളി ഒരു വാട്സപ്പാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം എന്നാൽ നമുക്ക് ഇത് ലൈവ് വാൾപേപ്പർ ലൈവായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് 3 തരം ലൈവ് വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ എല്ലായിട്ട് കാണിച്ചു തരാം. അപ്പം എന്താണ് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മൾ സാധാരണ കൊടുക്കുന്ന 3 MP4 വീഡിയോസ് നമ്മളിവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് ആണ് വേണ്ടെങ്കിൽ നോർമൽ ബ്ലാക്ക്, പിന്നെ ബാക്കി ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് എടുക്കുക, യൂസ് ചെയ്യുക. അപ്പം എന്താണ് ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ആഡ് അക്കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർപ്ലെയിൻ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ലൈറ്റ് ഡാർക്ക് മോഡ്, പിന്നെ ഗോസ്റ്റ് മോഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സെറ്റിംഗ്സിൻ്റെ അകത്ത് നമ്മുടെ ഹൈഡ് ലാസ്റ്റ് സീന്, ഷോ സ്റ്റാറ്റസ് വ്യൂ, ഡിസേബിൾ ഫോർവേഡഡ്, ഷോ എഡിറ്റർ മെസ്സേജ്, ഡിസേബിൾ ആൻറ്റി വ്യൂ വൺസ്, ഡിസേബിൾ ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, ഡിസേബിൾ ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, ഹൈഡ് ബ്ലൂ ടിക്ക് ഓൺ റിപ്ലൈ, ബ്ലൂ ടിക്ക്, ഡബിൾ ടിക്ക്, ടൈപ്പിംഗ്, റെക്കോർഡിംഗ്, പ്ലേയിങ്, ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓട്ടോ റിപ്ലൈ, മെസ്സേജ് ഷെഡ്യൂളർ, മെസ്സേജ് നമ്പർ, മാസ് മെസ്സേജ് സെൻഡർ, സെറ്റിംഗ്സ്. അപ്പോൾ സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റീഡ് ഓൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ നമുക്ക് എന്താണ് നമ്മുടെ ആപ്പ് ഇൻഫോ നോക്കുകയാണെങ്കിൽ വെർഷൻ 2.25.15.80 ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാ വാട്സപ്പുകളിലും ഉള്ള അതേ സെയിം വെർഷനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെക്കിൻ്റെ അപ്ഡേറ്റിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലും പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാം ഉണ്ട്. അപ്പോൾ ടെലിഗ്രാം പഴയ ചാനൽ കൈസ് നമുക്ക് ബാനും കിട്ടിയിട്ടുണ്ട്. അപ്പം പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യാം കേട്ടോ. പഴയ ചാനൽ പോയി, അതുകൊണ്ട് പുതിയ ചാനലായിരിക്കും. വാട്സപ്പ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, ഈ ആപ്പ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അതിൻ്റെ അകത്തായിരിക്കും APK ഫയലായിട്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് അതെടുക്കുക. പിന്നെ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്തവർക്ക് ഇതിന് തൊട്ട് മുമ്പ് ഇത് ഈ വെർഷൻ 65 ആണ്. അപ്പോൾ വെർഷൻ 64 എടുത്ത് യൂസ് ചെയ്യുക. അതിന് മുകളിലേക്ക് ഇത് അപ്ഡേറ്റ് ആയിട്ട് ആഡ് ചെയ്തത്. അപ്പം കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യുക. അപ്പം പിന്നെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ HLT മോഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈവസി സെക്യൂരിറ്റി ആദ്യമേ നോക്കാം. പിന്നെ ആൻറ്റി വൺസ്, ഡിസേബിൾ ഫോർവേഡ്, പിന്നെ അങ്ങനത്തെ പ്രൈവസി ഓപ്ഷൻസ് ഒക്കെ എല്ലാം ഉണ്ട്. ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, ആൻറ്റി ഡിസപ്പിയറിംഗ് മെസ്സേജ്, ഷോ എഡിറ്റഡ് മെസ്സേജ്, ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, പ്രൈവസി ലോക്കുകൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ തീംസ് അവൈലബിൾ ആണ്. യൂണിവേഴ്സിൻ്റെ അകത്ത് നമ്മുടെ നോർമൽ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഹോം സ്ക്രീനിൻ്റെ അകത്ത് ലുക്ക്, ഫീൽ, അങ്ങനത്തെ കാര്യങ്ങൾ. കോൺവെർസേഷൻ സ്ക്രീൻ ആണെങ്കിലും നമുക്ക് സെൻഡ്, ഹിഡൻ മെസ്സേജ്, ടൈറ്റിൽ, സ്വിച്ച്, ഡയറക്റ്റ് കോൺടാക്ട് ലിങ്ക്, ന്യൂ അറ്റാച്ച്മെൻറ്റ് പിക്കർ, UI, കംഫർട്ട് ഫോർ സെൻഡിങ്, സ്റ്റിക്കർ, ഹൈഡ് ഡേറ്റ് ആൻഡ് ടൈം, ഗ്രൂപ്പ് അഡ്മിൻ, ഇൻഡിക്കേറ്റർ, മാനേജ് മെമ്പേഴ്സ്, പിന്നെ ഓട്ടോ റെസ്പോണ്ടർ നമ്മളെല്ലാം പ്രശ്നം ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഡിലീറ്റ്, ഗ്രൂപ്പ് ഓൺ എക്സിറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, ഫാബുകൾ, പിന്നെ നമ്മുടെ പ്ലേ വോയിസ് നോട്ട്, ഫോർവേഡ് വോയിസ് നോട്ട്, ഇൻകമിംഗ് മെസ്സേജ്, റിംഗ് ടോൺ, പിന്നെ എനേബിൾ പ്രോക്സിമിറ്റി സെൻസർ, പ്രൊഫൈൽ പിക്ക്, വാൾപേപ്പർ, അങ്ങനത്തെ നോർമലായിട്ട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് നമ്മുടെ ഓൺലൈൻ സ്റ്റാറ്റസ്, പിന്നെ പ്രൊഫൈല്, പിന്നെ ടൈപ്പിംഗ് നോട്ടിഫിക്കേഷൻ, 4 നോട്ടിഫിക്കേഷൻ നമ്മുടെ ടോസ്റ്റുകൾ ആഡഡ് ആണ്. പിന്നെ നാവിഗേഷൻ, പിന്നെ നമ്മുടെ മെസ്സേജ് മാനേജ്മെൻറ്റ്, ഓട്ടോ റിപ്ലൈ, മാസ് മെസ്സേജ് സെൻഡർ, മെസ്സേജ് ഷെഡ്യൂളർ, ക്വിക്ക് റിപ്ലൈ, ഹൂ ബ്ലോക്ക് വ്യൂ, എനേബിൾ മെസ്സേജ് എൻക്രിപ്ഷൻ, ചേഞ്ച് പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, നോർമലായിട്ടുള്ള സെറ്റിംഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡഡ് ആണ്. പിന്നെ സെറ്റിംഗ്സ് മീഡിയക്കകത്ത് എനേബിൾ വീഡിയോ പ്ലെയർ, സ്റ്റോപ്പ് മീഡിയ പ്രിവ്യൂ, സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, സെൻഡ് വീഡിയോ ഇൻ ഫുൾ റെസൊല്യൂഷൻ, സെൻഡ് ഓഡിയോസ് ലാർജർ ദാൻ 16 MB, ഡിസേബിൾ ഇമേജ് ഷെയർ ലിമിറ്റ്, ഡോക്യുമെൻറ്റ് ഷെയർ ലിമിറ്റ്, 5 മിനിറ്റ് സ്റ്റാറ്റസ്, മാനേജ് ഗാലറി. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ്. നാവിഗേഷൻ എഫക്റ്റിൻ്റെ അകത്ത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എഫക്റ്റുകളെല്ലാം ഇവിടെ നമുക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് ഇഷ്ടമുള്ള പോലെ എടുത്തിടുക ഗൈസ്. അപ്പം പിന്നെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ, ടൈറ്റാനിയം ബാക്കപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേസ്റ്റ് ക്ലീനിങ്ങിൻ്റെ അകത്ത് ക്ലിയർ ലോക്സ് നമുക്ക് കൊടുക്കാം. പിന്നെ വിഡ്ജറ്റ് നോർമൽ ആഡഡ് ആണ്. അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം എന്താണ് പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ചേഞ്ച് ലോക്ക്, പിന്നെ നമ്മുടെ യൂട്യൂബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ കോൺടാക്റ്റുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ആൻഡ് എക്സ്ട്രയ്ക്ക് അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ജസ്റ്റ് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇമ്മ്യൂണിറ്റി ആൻഡ് എക്സ്ട്രാ, റിമൂവ് ഗ്രൂപ്പ്, മെൻഷൻ എവരിവൺ, സസ്പിഷ്യൻ ലിങ്ക്, ഡിസേബിൾ ജിഫ് ഐക്കൺ ഓൺ ഹോം, ക്രാഷ് ബക്കോൾ, ഷോ ഐക്കൺ, സെലക്ട് ഓൾ, സീ ഹൂ ഗിവ്സ് ഓർ ടേക്സ് അഡ്മിൻ, പിന്നെ ഹാഗ്ലഡിൻ്റെ എക്സ്റ്റെൻഡ്, ഫോർവേഡിംഗ് മെസ്സേജ്, സ്പാം, പിന്നെ ഷോ KBS ഇൻ ചാറ്റ്, ക്യാൻസൽ ടാക്സ്, റെഡ്യൂസ് 75% ഓഫ് ദ ടെക്സ്റ്റ്. പിന്നെ നമ്മുടെ അങ്ങനത്തെ ബഗ്ഗുകൾ, പിന്നെ ആൻറ്റി ക്രാഷ്, എക്സ്പയർഡ് മെസ്സേജ്, ക്രാഷ് ബോട്ട് ബഗ്, വെനം, എന്താണ് ക്യാൻസൽ കാറ്റലോഗ് വൈറസ്, ഇമ്മ്യൂൺ ടു റെസ്പോൺസസ്, ക്യാൻസൽ കോൺടാക്ട്സ്, പിന്നെ CCT കോൺടാക്ട്സ് ഉണ്ട്, റിസീവ് സ്റ്റിക്കർ, വെബ് പേജ്, ഡീആക്ടിവേറ്റഡ് ലിങ്ക് കളർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ മാർക്കസ് വെരിഫൈഡ് ടിക്ക്, ക്യാൻസൽ വ്യൂ സ്റ്റിക്കേഴ്സ് പാക്ക്, ഫേക്ക് ചാറ്റ് ഇവിടെ ഉണ്ട്, ക്യാൻസൽ ലൊക്കേഷൻ ഉണ്ട്, റെഡ്യൂസ് ഔട്ട് ഓഫ് മെമ്മറി ക്രാഷ് ഉണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റം UI ന്യൂ വൺ കൊടുത്തിട്ടുണ്ട്, ഓവർ റൈഡ് നോട്ടിഫിക്കേഷൻ ലാഗ്, ഫോർവേഡ് മെനി ടൈംസ്, ഹിഡൻ നമ്പർ, സ്റ്റോപ്പ് സീയിങ് ചാറ്റ്, ലിമിറ്റ് നെയിം ക്യാരക്ടർ, ലിമിറ്റ് ഇൻ അബൌട്ട് ക്യാരക്ടർ, അൺറീഡ് മെസ്സേജ്, ആൻറ്റി ലാഗ്, ഹോം ഡിഫൻസ് മോഡ്, ക്യാൻസൽ ഫോട്ടോസ്, ബ്ലോക്ക് ഫോട്ടോസ്,
അപ്പം ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് റിമൂവ് ദ ടൈറ്റിൽ ഓഫ് ദ ഡോക്യുമെൻറ്റ്, ക്യാൻസൽ ഡോക്യുമെൻറ്റ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. പിന്നെ ഫേക്ക് സെറ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് അഡ്മിൻ ഫേക്ക് ഉണ്ട്, നമ്പർ ഇൻക്രീസ്, സ്റ്റാറ്റസ് വ്യൂ 3 മോഡൽ കൊടുത്തിട്ടുണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ളത്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാൻസൽ, ക്രാഷ് ഓഡിയോ ഉണ്ട്, ക്രാഷ് ക്രോമി ബഗ് ഉണ്ട്, ക്രാഷ് ആൻറ്റി ക്രാഷ് ഇറർ ഉണ്ട്, ക്രാഷ് ബൈ ഇൻവൈറ്റ്, ആൻറ്റി ബോട്ട് ന്യൂ 2025, ആൻറ്റി ബഗ് ബോട്ട്, ക്യാൻസൽ ബഗ്, ട്രോളി ക്യാൻസൽ, ക്രാഷ്, ഇമ്മ്യൂൺ ക്രാഷ് ഒബ്സ്ട്രക്ഷൻസ്, പിന്നെ ആൻറ്റി ബഗ് ഡേഞ്ചർ, ആൻറ്റി ബഗ് ത്രില്ലർ, പിന്നെ അനുലാർ ക്രാഷ്, പിന്നെ ആൻറ്റി ബഗ് സ്മോൾ ക്രാഷ്. അങ്ങനെ നമ്മുടെ ക്രാഷുകൾ, ബോട്ട്, ബഗ് എല്ലാ ക്രാഷുകളും ഫിക്സ് ആക്കിയിട്ടുള്ള സെറ്റിങ്സ് ആഡഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസർ കിട്ടുന്നുണ്ട്, നമുക്ക് ഗൂഗിൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഗൂഗിളിലേക്ക് ഇതിൽ പോയപ്പോൾ ഞാൻ നെറ്റ് ഓൺ അല്ലാത്തതുകൊണ്ട് ലോഡ് ആവത്ത്, അല്ലെങ്കിൽ അതും വർക്കിംഗ് ആണ്. പിന്നെ ചൂസ് നെയിം ഓൺ എൻട്രി, നമുക്ക് എന്താണ് നെയിം വേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഫേക്ക് ഫോൺ നമ്പർ ആഡ് ആക്കണമെങ്കിൽ ആഡ് ആക്കാം, ഗ്രൂപ്പ് ക്രിയേഷൻ ഡേറ്റ്, പിന്നെ വേവ് എഫക്റ്റ്, പിന്നെ ബാക്കി കളർ, തീം, സ്റ്റൈൽസ് ഒക്കെ മാറ്റാനുള്ള എല്ലാത്തിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 4-5 തരം ഫേക്ക് വോയിസ് ഡ്യൂറേഷൻ നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കപ്പ് ടൈറ്റാനിയം ബാക്കപ്പ് നേരത്തെ കാണിച്ച സ്ഥലം തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ വാട്സപ്പ് എല്ലാ ഫീച്ചേഴ്സ് ആഡഡ് ആണ്, നല്ലൊരു UI ആണ്, ലൈവ് വാൾപേപ്പർ ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് ചാറ്റിലെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇവിടുത്തെ ഫീച്ചേഴ്സ്, ട്രാൻസ്ലേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആട്ടോ, ട്രാൻസ്ലേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് ബബിൾ, മോഡിഫൈ ചാറ്റ്, കോപ്പി സെലക്ഷൻ, ട്രാൻസ്ലേറ്റ്, ചേഞ്ച് ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ്, ഡബിൾ ടാപ്പ്, റിയാക്ഷൻ, എക്സ്ട്രാക്ട് URLs, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ നമ്മുടെ ബൂം ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വോയിസ് ചേഞ്ചർ അങ്ങനത്തെ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഓഡിയോ ടു വോയിസ് നോട്ട് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം എന്താണ് കേസ്. അപ്പം ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, വോയിസ് ആണെങ്കിൽ വോയിസ്. നിങ്ങൾക്കപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം നെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് സെൻഡ് ആവാത്തത്, അതുകൊണ്ട് ഓൺ ആക്കിയിട്ടില്ല. കാരണം എനിക്ക് നെറ്റ് വൈഫൈ കണക്റ്റ് അല്ല. പിന്നെ വേറെ ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേസ്. പിന്നെ എന്താണ് നമ്മുടെ സൈഡിൽ തന്നെ ഇവിടെ തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസറിലേക്കും, പിന്നെ ന്യൂ ഗ്രൂപ്പ്, ഫേവററ്റ്, പിന്നെ കണക്റ്റഡ് ഡിവൈസ്, സ്പെഷ്യൽ സെറ്റിംഗ്, പ്രൈവസി, അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലേക്കും പോകാനുള്ള ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് ഒരു അടിപൊളി വാട്സപ്പാണ്. അപ്പം എല്ലാവരും അടുത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ടെലിഗ്രാമിൽ മാക്സിമം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്ക് ടെലിഗ്രാമിലേക്കാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇടുന്നത് ഇപ്പോൾ ടെലിഗ്രാമിലായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളതിൽ എല്ലാവരും കയറുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താണ് ഓക്കെ.